ജില്ലാ സെന്റർ ഫോർ ഹാബിലേഷൻ ഓട്ടിസം ബാധിതർക്കായി നടത്തിയ ബ്ലൂ ബലൂൺ ക്യാമ്പിന് സമാപനം. തിരുവനന്തപുരം കരകുളത്തെ ഹാബിലേഷൻ സെന്ററിലായിരുന്നു 7 ദിവസം നീണ്ട ക്യാമ്പ്. അതിജീവനത്തിനും സാമൂഹിക ഇഴുകിച്ചേരലിനുമുള്ള പ്രായോഗിക പരിശീലനം ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒരാഴ്ച നീണ്ട ക്യാമ്പിൽ നിറഞ്ഞത് പ്രായോഗിക ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനുള്ള പരിശീലനം. അതിന്റെ ഫലപ്രാപ്തി സമാപന ദിവസം നാടകരൂപത്തിൽ വേദിയിൽ. വ്യായാമം ചെയ്തും പായസം വെച്ചും സൈക്കിൾ റിപ്പയർ ചെയ്തും അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ സ്വായത്തമാക്കിയതിന്റെ ആഘോഷ നിമിഷങ്ങൾ. ഒപ്പം അമ്പരപ്പിക്കുന്ന കലാപ്രകടനങ്ങളും. വ്യത്യസ്തരായി ജനിച്ച മക്കളെ പൊതുജീവിതത്തിലേക്ക് വഴി നടത്തുന്ന മാതാപിതാക്കളുടെ പ്രതിസന്ധികൾ. ഓട്ടിസവും മറ്റ് മാനസിക വികാസ വെല്ലുവിളികളും നേരിടുന്ന 16 കുട്ടികളാണ് മെയ് 19 മുതൽ 25 വരെ നീണ്ട ക്യാമ്പിൽ പങ്കെടുത്തത്. മുൻ ചീഫ് സെക്രട്ടറി വി വേണു IAS ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇത്രയും ഉത്സാഹത്തോടു കൂടി ഇവിടെ വന്ന് ഈ കുട്ടികളുടെ വാസനകൾ പുറത്തു വരുത്തുവാനും ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും ഈ കഴിഞ്ഞ കുറേ ദിവസം അവർക്ക് ധാരാളം ആക്ടിവിറ്റീസ് നൽകുവാനും എല്ലാം മുൻകൈ എടുത്ത ജില്ലയുടെ എല്ലാ പ്രവർത്തകരെയും, അതൊരു വ്യക്തിയായിട്ട് കാണുന്നില്ല, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രവർത്തകരെയും അധ്യാപകരെയും അവരെ സഹായിച്ച ഉത്സാഹഭരിതരായിട്ടുള്ള യുവ വളണ്ടിയർമാരെയും എല്ലാവരെയും എൻ്റെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഹ്രസ്വചിത്ര നിർമ്മാണം, റീലുകൾ ഉണ്ടാക്കുക, നാടകം, സംഗീതം, ചിത്രകല, കായിക വിനോദങ്ങൾ തുടങ്ങിയവ ജില്ലയുടെ ക്യാമ്പിന്റെ ഭാഗമായിരുന്നു. ജനം, തിരുവനന്തപുരം.